ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ലെജൻഡായ റൊണാൾഡോ നസാരിയോ CBFന്റെ പ്രസിഡന്റ് ആവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. CBFന്റെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നപ്പോൾ അതിലേക്ക് അദ്ദേഹം മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ ഫെഡറേഷനുകളുടെയോ ക്ലബ്ബുകളുടെയോ പിന്തുണ റൊണാൾഡോ നസാരിയോക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പിന്മാറി. പിന്നീട് CBFന്റെ പുതിയ പ്രസിഡന്റായിക്കൊണ്ട് സമീർ സൗദ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇതേക്കുറിച്ച് റൊണാൾഡോ നസാരിയോയോട് ചോദിച്ചിരുന്നു. ഭാവിയിൽ CBFന്റെ പ്രസിഡന്റ് ആവുമോ, അല്ലെങ്കിൽ ആ ഒരു മോഹം ഉപേക്ഷിച്ചോ എന്നായിരുന്നു ചോദ്യം. മോഹം ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അർഹതപ്പെട്ടവർക്ക് സ്ഥാനം ലഭിക്കുമെന്ന് ഇനി തനിക്ക് പ്രതീക്ഷയില്ല എന്നുകൂടി റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോളിനെ താൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റൊണാൾഡോ നസാരിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അതെ, CBFന്റെ പ്രസിഡന്റ് ആവാനുള്ള മോഹം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അത് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോളിനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ബ്രസീലിയൻ ഫുട്ബോളിന്റെ പുരോഗതി ഞാൻ തുടർന്നും ആവശ്യപ്പെടും. ബ്രസീലിയൻ ദേശീയ ടീമിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യതയുള്ള ഒരാളെ ആ സ്ഥാനത്ത് ലഭിക്കുമെന്ന് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അർഹതപ്പെട്ടവർ ആ പൊസിഷനിലേക്ക് എത്തുന്നില്ല. ഇതാണ് റൊണാൾഡോ നസാരിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തനിക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതിൽ അദ്ദേഹം കടുത്ത അസംതൃപ്തനാണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. നമുക്കറിയാം, പല ക്ലബ്ബുകളുടെയും ഉടമസ്ഥനാണ് റൊണാൾഡോ നസാരിയോ. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഇപ്പോൾ ഈ ഒരു ഇതിഹാസത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.